കണ്ണൂർ ജില്ലയിലെ പ്രധാന മലയോര പാതകളിലൊന്നായ ഇരിട്ടി ഉളിക്കൽ റോഡിൻ്റെ വികസനം ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. സമീപപ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ നവീകരണവും വീതിവർദ്ധനവും നേടി ഗതാഗത സൗകര്യത്തിന് മെച്ചപ്പെടുമെങ്കിലും ഇരിട്ടി ഉളിക്കൽ റോഡ് പഴയ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാത ഇടുങ്ങിയതും പല ഭാഗങ്ങളിലും തകർന്നുമായതിനാൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലും ഇരിട്ടി ഉളിക്കൽ റോഡ് വികസനം എങ്ങുമെത്താതെ നീളുന്നു. മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നായ ഈ റോഡ് വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും മെല്ലെപ്പോക്ക് നയം തുടരുകയാണ്. റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ വലിയ വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സ്ഥിതിയും നിലനിൽക്കുകയാണ്. റോഡിൽ പലയിടങ്ങളിലും തകർന്ന ഭാഗത്ത് താൽക്കാലികമായി പാച്ച് വർക്കുകൾ നടത്തിയാണ് ഇപ്പോൾ ഗതാഗതം മുൻപോട്ടു പോകുന്നതും. മുൻപ് പലതവണ റോഡ് നവീകരണത്തിനായി തുക അനുവദിച്ചതായും ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും പ്രായോഗികമായി പ്രവൃത്തികൾ ഒന്നും തന്നെ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. റോഡ് വീതി കൂട്ടി ടാറിംഗ് നടത്തണമെന്നും ശാസ്ത്രീയമായ ഓവുചാലുകൾ നിർമ്മിക്കണമെന്നുമാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ആവശ്യം. മലയോര മേഖലയിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ ഇരിട്ടിയെയും ഉളിക്കലിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ്. റോഡിന് വീതി കൂട്ടിയുള്ള നവീകരണ പ്രവൃത്തികൾ വേഗത്തിൽ ആരംഭിക്കണമെന്നും സുരക്ഷിതമായ യാത്രയ്ക്കായി വളവുകൾ നിവർത്തിയും സൈൻ ബോർഡുകൾ സ്ഥാപിച്ചും യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യം ശക്തമായി ഉയർന്നുവരികയാണ്. പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞുവരാം. 2 വീലർ 3 വീലർ വണ്ടിക്കാർക്കുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവർ പാച്ച് വർക്ക് എന്ന് പറഞ്ഞൊരു പണി ബമ്പ് പോലെയാണ് ആക്കി വെച്ചത്. അത് കട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഓരോ വണ്ടിയുടെ മുകളിലേക്കാണ് നമ്മുടെ വണ്ടി നമ്മൾ അത്ര ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ 2 വീലറും 3 വീലറും ബാക്കി വണ്ടിക്ക് വലിയ കുഴപ്പമില്ല, എല്ലാം കുടുങ്ങിപ്പോയാൽ ഇത്ര ബുദ്ധിമുട്ടുകളില്ല. ഇവർ ഈ കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. ഇവർ പറയുന്ന മാറ്റം വരണ്ടേ, ഇനി ഇത് മാറി ചിന്തിക്കണ്ട. എന്താ മാറി ചിന്തിക്കേണ്ടത്? ഇവർ മരിച്ച വീട്ടിൽ പോകുക അല്ലെങ്കിൽ ഈ ചിരിച്ചു കാണെങ്കിൽ മാത്രം മതിയോ നമുക്ക്? ജനങ്ങൾക്ക് ഇതല്ലല്ലോ ആവശ്യം. നമ്മൾ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഓട്ടും പിടിച്ച് ഈ രാവകാല പോസ്റ്റ് പിടിച്ച് നടത്തുന്ന നമ്മൾ ജയിച്ച് 5 കൊല്ലം കഴിയുമ്പോഴാണ് പിന്നെ ഇവർ നമ്മളൊന്ന് കാണുന്നത്. ആ ഒരു രീതികൾ മാറണം. ഞാൻ പറയും നമ്മൾ ഈ റോഡ് ഇതുപോലെ ഇതൊരു മെയിൻ റോഡായിട്ട് ഇതിനെ അവഗണിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞ് സജി ജോസഫ് അവിടുത്തെ MLA ഇരിക്കൂർ മലയാളത്തിലെ MLA അവിടം വരെ കെട്ടിയാരിയുടെ വരെ ഇതിൻ്റെ സാങ്ഷൻ മേടിച്ചെന്ന് പറയുന്നുണ്ട്. സണ്ണി ജോസഫ് ഇത് ഇങ്ങോട്ട് പുള്ളി ആ കാര്യത്തെപ്പറ്റി ഉത്സാഹം കാണിക്കുന്നില്ലെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഇത് ശരിയാണോ എന്ന് അറിയത്തില്ല. അതും അങ്ങനെ ടോക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാം. എല്ലാം ഒന്നും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയാലും ചെയ്യുന്നുമില്ല. ഇവർക്ക് വേണ്ടി തന്നെ ചെയ്യുന്നവർ തന്നെ എല്ലാവരും. പിന്നെ ഇത് പ്രധാനപ്പെട്ട റോഡല്ലേ നമ്മുടെ ഈ റോഡ്. ഇത്ര ഈ 7 കിലോമീറ്റർ ഇവർ ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ഏറ്റവും കൂടുതൽ വണ്ടി സൗകര്യങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. എല്ലാ ചുറ്റും എല്ലാമായി നമ്മുടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ MLA ഫണ്ട് പുള്ളി ഇരിക്കൂർ സജി ജോസഫ് MLA അവിടം വരെ അനുവദിച്ചു. പിന്നെയുള്ളത് അവിടെ മുതൽ ഇരിട്ടി വരെയാണ്. തന്തോട് വരെ ഇരിട്ടി വരെ വീതി പ്രശ്നം ഉണ്ടാനും പിന്നെ ഇത് പണ്ടുങ്ങാണ്ടൊന്നും അളന്നു പോലും കണ്ട 15 മീറ്റർ കണ്ട ഒന്നും പണി നടക്കുന്നില്ലല്ലോ. ഇതിപ്പം ഈ റോഡാണ് ഇനി മെയിനായിട്ട് ഈ ഏരിയ വട്ടത്തിലൊക്കെ നടക്കേണ്ട പണി. നിലവിൽ ഇപ്പം വലിയ റോഡായിട്ട് പറഞ്ഞു. ബാക്കി ഇങ്ങോട്ടൊക്കെ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. പോക്കറ്റ് റോഡാണേലും പണിതുണ്ട്. പക്ഷേ ഇതൊരു മെയിൻ റോഡാണ്. ഇത് തലശ്ശേരി വളവാറ റോഡിൻ്റെ വിരായിപ്പാട്ട റോഡിൻ്റെ മെയിനായിട്ടുള്ള ആണ് ഇത്. അതുപോലെ ഇതുപോലെ പോയി ഉൾക്കൽ പയ്യാവൂര് തളിപ്പറമ്പ് അതുപോലെ ചെറുപുഴ മുതലുള്ള റോഡിലെല്ലാം കണക്ഷൻ ഇത് കൂട്ടി ഉള്ളൊരു റോഡാണ്. മലയേരി ഉൾക്കൽ വരെ അങ്ങോട്ടുള്ള നിച്ചാട് അങ്ങോട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത റോഡായി. ഇത് മാത്രമാണ് ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. അവിടെ വരെ ആക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങോട്ട് ഒന്നും പണി വന്നില്ല. വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന റോഡല്ലേ ഇത്. അത് മാത്രമല്ല മലയാള ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന സ്ഥലവും ഇരിട്ടി റോഡും ഇതൊക്കെ ഇഷ്ടംപോലെ വണ്ടി ഓടുന്ന സ്ഥലവും ആളുള്ള സ്ഥലവുമാണ്. മലയോര പ്രദേശത്തോട്ട് വരുന്നതാണ്.
പ്രവൃത്തി ആരംഭിക്കണം തോന്നുന്നുണ്ട്. ആ എല്ലാ അഭിപ്രായം പോലെ അത് തന്നെ. ഇതൊന്ന് വികസനമായിട്ട് ഒന്നുകൂടെ ഒരിക്കൽ നല്ലോണം ഒന്ന് വികസിച്ച് വല്ലതാകണം എൻ്റെ അഭിപ്രായം. ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായം മാറ്റം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. എൻ്റെ പറയാൻ പറ്റില്ല. 10 വർഷമായിട്ടും റോഡ് ഇങ്ങനെ തന്നെയുള്ളത്. ഇനി ഒരു പുതിയ റോഡ് വരുമെന്നുള്ളൂ. മാറ്റം വരണം. ഇനി വരണം. കുറച്ചുകൂടെ വീതിയൊക്കെ കൂട്ടി നല്ല പോകാനും. ഇപ്പം വീതിയില്ല. ഇപ്പോൾ ഒരു ബസ് വന്നാൽ നമുക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റില്ല. ആ ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ സൈഡിൽ കൂടെ പോകണമെങ്കിൽ കാട്ടിൽ കൂടെ കയറി പേടിച്ചിട്ട് നമ്മളതിനെ അങ്ങോട്ട് താഴത്തോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ട് അങ്ങനെ പോകണം. ഒരുപാട് ബസ്സുകളും ആൾക്കാരും ഇഷ്ടം പോലെ പോകുന്നു. ആൾക്കാർ വേഗം ഇതേ ഈ റോഡ് തന്നെയുള്ളൂ. ഈ ബസ്സിലാകുമ്പോഴാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീതിയില്ലാത്തതുകൊണ്ടാണ് മണ്ണ്. ബസ് വന്നാൽ നമുക്ക് ഇങ്ങോട്ട് മാറാൻ സൗകര്യമില്ല. അല്ലെങ്കിൽ കാരണം ചിലപ്പോൾ മറിഞ്ഞ് കൊക്കയിലേക്ക് വീഴും. അത് സൈഡൊക്കെ കാണുമല്ലോ. ചിലപ്പം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇവർ വന്നില്ല. വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. മലയോര മേഖലയിലെ സാമൂഹിക വളർച്ചയ്ക്ക് നിർണായകമായ ഈ റോഡിൻ്റെ നവീകരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നു. അധികൃതർ അടിയന്തര ഇടപെടലുകൾ നടത്തി വികസന പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.